ഹായ്, ഞാൻ ഡോക്ടർ നിധി, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, കെയർ ആൻഡ് ക്യൂർ. സാറേ, പിന്നെ ഒരു 5 മെഡിസിന്റെ പേരൊന്ന് പറയൂ സാറേ. എന്താ? അല്ല, നമുക്കൊരു സംശയം ഉള്ളതുകൊണ്ടാണ്. പെട്ടെന്നൊന്ന് പറയാമോ? ഒരു 5 മെഡിസിന്റെ പേരൊന്ന് പെട്ടെന്ന് പറഞ്ഞു. 1 പാരസെറ്റമോൾ. ഒരു മരുന്നിന്റെ പേര് പറയൂ എന്ന് ആരോട് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഉത്തരമാണ് പാരസെറ്റമോൾ. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വളരെ ഈസിയായി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഗുളികയായതിനാൽ ഇതിന്റെ ഉപയോഗം ഇന്ന് വളരെ വ്യാപകമാണ്. ഒരു ചെറിയ തലവേദന വന്നാൽ പോലും ഉടൻ തന്നെ ഒരു പാരസെറ്റമോൾ കഴിച്ച് അത് മാറ്റുന്ന ശീലമാണ് നമുക്ക് മിക്കവർക്കും ഉള്ളത്. ഇങ്ങനെ വളരെ നിസ്സാരമായി ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന അതേ ലാഘവത്തിലാണ് നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുന്നതെങ്കിൽ അതിന് പിൽക്കാലത്ത് നിങ്ങളിൽ പല സൈഡ് ഇഫക്ട്സും ഉണ്ടാക്കാം എന്ന് പല സ്റ്റഡീസും തെളിയിച്ചിട്ടുണ്ട്. 1956 പാരസെറ്റമോളിൻ്റെ ആദ്യത്തെ ക്ലിനിക്കൽ ഉപയോഗം. അതിനുശേഷം ഇപ്പോൾ പലതരം രൂപങ്ങളിൽ, അതായത് സിറപ്പായോ ഗുളികയായോ കുത്തിവയ്പ്പായോ സപ്പോസിറ്ററി ആയോ നമ്മുടെ പാരസെറ്റമോൾ സുലഭമായി അവൈലബിൾ ആണ്. പാരസെറ്റമോളിൻ്റെ ഉപയോഗത്തിൽ നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനം പാരസെറ്റമോളിൻ്റെ അളവാണ്. മുതിർന്നവർ ഒരു ദിവസം മാക്സിമം 3 to 4 ഗ്രാം പാരസെറ്റമോൾ മാത്രം കഴിക്കുക. അതും അത്രയും അതികഠിനമായ വേദനയോ പനിയോ ഉണ്ടെങ്കിൽ മാത്രം. കുട്ടികളിൽ അവരുടെ ശരീരഭാരം, പ്രായം, മരുന്നിൻ്റെ ഘടകം തുടങ്ങിയ ഫാക്ടേഴ്സിനനുസരിച്ചായിരിക്കും പാരസെറ്റമോളിൻ്റെ ഡോസ് നിർണ്ണയിക്കുന്നത്. പൊതുവായി കുട്ടികളുടെ ശരീരഭാരത്തിൻ്റെ ഓരോ കിലോഗ്രാമിനും 10 mg അനുസൃതമായി വേണം പാരസെറ്റമോളിൻ്റെ ഡോസ് നിർണ്ണയിക്കേണ്ടത്. സാധാരണയായി ചുമയ്ക്കും ജലദോഷത്തിനും ഉള്ള മരുന്നുകളിലും അതുപോലെ മറ്റ് വേദന സംഹാരികളിലും പാരസെറ്റമോളിൻ്റെ ഒരു അംശം അടങ്ങിയിട്ടുണ്ടാവും. അതിനാൽ ഈ മരുന്നുകൾ കഴിക്കുന്നവർ പാരസെറ്റമോൾ കൂടെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓവർഡോസിന് കാരണമാകും. പാരസെറ്റമോളിൻ്റെ അലർജി വളരെ കോമൺ ആണ്. അതായത് മറ്റ് വേദന സംഹാരികൾ കഴിച്ചിട്ട് അലർജി ഇല്ലാത്തവർക്ക് പോലും പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്കിൻ റാഷസ്, ചൊറിച്ചിൽ, ശ്വാസതടസ്സം, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, സെറം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക, സെറം യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുക, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്, അതായത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ് എന്നിവയുടെ അളവ് കൂടുക, ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ലിവർ എൻസൈംസ് ആയ ബിലിറൂബിൻ, SGOT, SGPT എന്നിവയുടെ അളവ് കൂടുക. ഇതൊക്കെയാണ് പാരസെറ്റമോളിൻ്റെ വളരെ കോമൺ ആയ സൈഡ് ഇഫക്ട്സുകൾ. പാരസെറ്റമോൾ ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ് ഇഫക്ട്സിന് പുറമെ BP കൂടുക, വൊമിറ്റിംഗ്, നോസിയ, അതായത് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, പിന്നെ അതികഠിനമായ വയറുവേദന എന്നിവ ഉണ്ടാവാം. നമ്മൾ ഇത്രയും സൈഡ് ഇഫക്ട്സ് ഡിസ്കസ് ചെയ്തതിൽ പാരസെറ്റമോളിൻ്റെ ഏറ്റവും സീരിയസും ജീവന് ഭീഷണിയായ, അതായത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന നെഫ്രോടോക്സിസിറ്റി ആൻഡ് ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. അതായത് പാരസെറ്റമോൾ ഇൻഡ്യൂസ്ഡ് ലിവർ ഡാമേജ് ആൻഡ് കിഡ്നി ഡാമേജ്. ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന സേഫായ ഡോസിൽ കഴിക്കുകയാണെങ്കിൽ പനിയും ശരീരവേദനയും കുറയ്ക്കാൻ പറ്റുന്ന മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് പാരസെറ്റമോൾ.